ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കാം. ഈന്തപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പായസം. ഒരുപാട് മധുരമൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. പായസം കുടിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണ്. ഹായ്, ഞാൻ ഫൗസിയ യൂസഫ്. വെൽക്കം ടു ടേസ്റ്റ് ട്രയൽസ്. 300 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി അരയേണ്ട, പരുവത്തിനൊന്ന് അരിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഒരു കൈപ്പിടിയോളം ഈന്തപ്പഴം എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ച് വെക്കണം. ഇത് നമുക്ക് പായസത്തിൽ നിന്ന് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ആദ്യം. പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് വറുത്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം. ഇത് വറുത്ത് കോരി വെച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഈന്തപ്പഴം കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ച ഈന്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലിലും ഉണ്ടാക്കാറുണ്ട്, ഞാനിവിടെ പശുവിൻ പാൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പശുവിൻ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇത് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരാനായിട്ട്. കുറച്ച് ചൗവരിയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ചൗവരിയുണ്ട്. ഈ ചൗവരി തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ വെക്കണമെന്നില്ല, ഒരു അരമണിക്കൂർ കുതിർത്താൽ മതി. പക്ഷേ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ചൗവരി ആണെങ്കിൽ ഇത് നല്ല ബോബ പോലെ ഇങ്ങനെ പൊന്തി വരും. ഈ ചൗവരി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. ചൗവരി ഒന്ന് വെന്ത് വരണം, പാലുമായിട്ട് ചേർന്ന് ഒന്ന് കുറുകി വരണം. ഇടയിൽ ഒരു നുള്ളു ഉപ്പിട്ടോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം നമ്മൾ മധുരം ചെക്ക് ചെയ്ത് നോക്കുമ്പം നമുക്ക് മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യം വരില്ല, നല്ല ക്വാളിറ്റി ഈത്തപ്പഴം, മധുരമുള്ള ഈത്തപ്പഴമാണെങ്കിൽ മധുരത്തിൻ്റെ ആവശ്യം വരില്ല. പക്ഷെ കുറച്ച് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റേജിൽ വേണം നമുക്ക് കുറച്ച് ശർക്കര പാനിയോ ശർക്കര പൊടിയോ പഞ്ചസാരയോ ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കുടിക്കാനായതുകൊണ്ട് ഇത്തിരി മധുരം വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചേർത്തത്. ഞാൻ ഒരു കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അത് വേണമെന്നൊന്നും നിർബന്ധമില്ല, ഇഷ്ടമുള്ളവരാണെങ്കിൽ ആഡ് ചെയ്തോളൂ. ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചതും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഈന്തപ്പഴവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴ പായസം റെഡി. ഈന്തപ്പഴം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പേർക്കും ഷുഗറുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ പായസം കുടിക്കാൻ ഭയങ്കര കൊതിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മധുരമൊന്നും ഇല്ലാണ്ട് ഈത്തപ്പഴത്തിൻ്റെ മാത്രമുള്ള മധുരമായതുകൊണ്ട് അവർക്ക് കുറച്ച് കുടിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതൊരു ഹെൽത്തിയർ ഓപ്ഷനാണ്. പായസത്തിൻ്റെ ടേസ്റ്റുമുണ്ട്, ഈന്തപ്പഴം കഴിക്കുകയും ചെയ്യാം. ഈ ലഞ്ചിനൊക്കെ ശേഷം ഒരു മധുരം കഴിക്കണമെന്നുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണിത്. ഈന്തപ്പഴ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.